ഡയറക്ടറായി വെള്ളിത്തിരയിൽ എത്തിയ താരമാണ് ഷൈൻ ടോം ചാക്കോ. എന്നാൽ ഇന്ന് അഭിനയത്തിൽ തിളങ്ങി നിൽക്കുകയാണ് താരം. നായകനായും വില്ലനായും ഒക്കെ നിരവധി സിനിമകൾ ഷൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഷൈൻ നേടിക്കഴിഞ്ഞു. എന്നാൽ പലപ്പോഴും ഷൈനിൻ്റെ പെരുമാറ്റം വിമർശിക്കപ്പെടാറുണ്ട്. ഷൈൻ ഇൻ്റർവ്യൂസിലൊക്കെ പൊട്ടിത്തെറിച്ച പോലെ സംസാരിക്കുമ്പോൾ പലപ്പോഴും അതിനെതിരെ വിമർശനങ്ങൾ വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുകയാണ് ഷൈൻ. ഷൈൻ തനിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ അതായത് ADHD ഉണ്ടെന്ന് ഷൈൻ ടോം ചാക്കോ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പുതിയ സിനിമയുടെ ഭാഗമായി മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. മുൻപ് തന്നെ ADHD ഉണ്ടെന്ന് കണ്ടെത്തിയതാണെന്നും ഷൈൻ വ്യക്തമാക്കി. ADHD ഉള്ള ആളാണ് ഞാൻ. പണ്ടേ അത് തിരിച്ചറിഞ്ഞ കാര്യമാണ്. അങ്ങനെ ഉള്ളവർക്ക് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നതിൽ നിന്നാണ് ക്യാരക്ടർ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിരുന്നാൽ മതിയല്ലോ. എല്ലാവരിലും അതിൻ്റെ ചെറിയൊരു അംശമുണ്ട്. നമ്മൾ പുറത്തു പോകുന്നതും വസ്ത്രം ധരിക്കുന്നതുമൊക്കെ ആരെങ്കിലും നോട്ടീസ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. അതിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും ADHD ഉള്ളവർക്ക്. അതിനെയാണ് ഡിസോർഡർ എന്ന് പറയുന്നത്. ADHD ഉള്ള ഒരാൾക്ക് എപ്പോഴും താൻ ശ്രദ്ധിക്കപ്പെടണം എന്നായിരിക്കും. മറ്റു ആളുകളിൽ നിന്ന് വ്യത്യസ്തനാകാൻ ശ്രമിക്കും, പെർഫോം ചെയ്യും. ഇതൊക്കെ ഡിസോർഡർ ആയിട്ട് പുറത്തുള്ളവർക്കേ തോന്നുകയുള്ളൂ. എന്നെ സംബന്ധിച്ച് ADHD എന്നത് എൻ്റെ ഏറ്റവും നല്ല ഗുണമാണ്. എല്ലാവർക്കും അങ്ങനെയല്ല. അതുകൊണ്ട് ADHD എനിക്ക് വളരെ ഗുണകരമാണ് എന്നാണ് ഷൈൻ പറഞ്ഞത്. നേരത്തെ ഫഹദ് ഫാസിലും തനിക്ക് ADHD ഉള്ള കാര്യം വെളിപ്പെടുത്തിയിരുന്നു. നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തകരാറിനെയാണ് ADHD എന്ന് പറയുന്നത്. കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നതെങ്കിലും അപൂർവമായി മുതിർന്നവരിലും കാണാറുണ്ട്. ADHD എന്ന രോഗാവസ്ഥയോടുള്ള സമീപനമാണ് നമുക്ക് ആദ്യം മാറേണ്ടതെന്നും ഷൈൻ പറയുന്നു.